ചോതി നക്ഷത്രക്കാർക്ക് 2026 പൊതുവെ നേട്ടങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും നൽകുന്ന ഒരു വർഷമായിരിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും സ്ഥാനക്കയറ്റവും തൊഴിൽ മേഖലയിൽ ലഭിക്കാൻ സാധ്യതയേറെയാണ്. സാമ്പത്തികമായി ഏറെക്കാലമായുള്ള കടബാധ്യതകൾ തീർക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കുന്നതിനാൽ മനസ്സിന് ആശ്വാസം ലഭിക്കും. ബിസിനസ് വിപുലീകരണത്തിനും വിദേശ യാത്രകൾക്കും അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നതിനൊപ്പം വിവാഹകാര്യങ്ങളിലും സന്താനഭാഗ്യത്തിലും ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കുമ്പോഴും അമിതമായ ജോലിഭാരം മൂലമുള്ള മാനസിക സമ്മർദ്ദവും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും അവഗണിക്കാതെ ശ്രദ്ധിച്ചാൽ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുന്ന ഒരു മികച്ച വർഷമായിരിക്കും 2026. വർഷങ്ങളായി ജോലിയിൽ തക്കതായ അംഗീകാരം ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് 2026 ഒരു ആശ്വാസ വർഷമായിരിക്കും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പ്രശംസ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 6ാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് എതിരാളികളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ കുടുംബത്തെ കൊണ്ടുപോകാനോ ഉള്ള അവസരം ലഭിക്കും. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാൻ 2026 അനുയോജ്യമാണ്. പുതിയ ശാഖകൾ തുടങ്ങാനോ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനോ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ജാഗ്രത പാലിക്കണം. രാഹു 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പങ്കാളിയുമായി ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് 2026 മധ്യം വളരെ അനുകൂലമാണ്. സാങ്കേതിക വിദ്യ, ഭക്ഷണം, വസ്ത്രം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. ചോതി നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആണെങ്കിലും രാശിനാഥൻ ശുക്രനായതിനാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് 2026 വലിയ അവസരങ്ങൾ കൊണ്ടുവരും. സോഷ്യൽ മീഡിയ വഴിയുള്ള വരുമാനം വർദ്ധിക്കും. സാമ്പത്തികമായി 2026 ചോതി നക്ഷത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു വർഷമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യും. 6ാം ഭാവത്തിലെ ശനി ബാധ്യതകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ദീർഘകാലമായി വലിച്ചിഴച്ചു കൊണ്ടുപോയ ഭവന വായ്പകളോ വ്യക്തിഗത വായ്പകളോ അടച്ചു തീർക്കാൻ സാധിക്കും. ഇത് വലിയൊരു മാനസികാശ്വാസം നൽകും. ശമ്പള വർധനവിലൂടെയോ ബിസിനസ് ലാഭത്തിലൂടെയോ വരുമാനം ഉയരും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് ധനം വരാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യം പരീക്ഷിക്കാൻ അത്ര അനുകൂലമായ സമയമല്ല. ഊഹക്കച്ചവടങ്ങളിൽ പണം മുടക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. എന്നാൽ ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. വർഷത്തിന്റെ 2ാം പകുതിയിൽ വീട് പണി, വാഹനം വാങ്ങൽ, മക്കളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി വലിയ തുക ചെലവഴിക്കേണ്ടി വരും. എങ്കിലും അത് നല്ല കാര്യങ്ങൾക്കായുള്ള ചെലവായതിനാൽ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ല. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കായി അനുകൂലമായി വിധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വർഷമാണ് 2026. എങ്കിലും ചില സമയങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹിതരായവർക്ക് 2026 ആദ്യ പകുതി വളരെ മനോഹരമായിരിക്കും. വ്യാഴത്തിന്റെ 9ാം ഭാവത്തിലെ സ്ഥിതി ദമ്പതികൾക്കിടയിൽ ഐക്യം വളർത്തും. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. വർഷത്തിന്റെ 2ാം പകുതിയിൽ ജോലി തിരക്ക് കാരണം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്നത് ചെറിയ പിണക്കങ്ങൾക്ക് കാരണമായേക്കാം. വിവാഹപ്രായമായ ചോതി നക്ഷത്രക്കാർക്ക് 2026 വിവാഹം നടക്കാൻ 90% സാധ്യതയുണ്ട്. പ്രണയവിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും. ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവാണ് വിവാഹാലോചനകൾക്ക് ഏറ്റവും ഉത്തമം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് 2026 അനുഗ്രഹീത വർഷമാണ്. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ഗർഭധാരണ സമയത്ത് ചെറിയ വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാം. നിലവിൽ മക്കൾ ഉള്ളവർക്ക് കുട്ടികളുടെ പഠനകാര്യത്തിലോ സ്വഭാവത്തിലോ അല്പം ഉത്കണ്ഠ ഉണ്ടാകാം. അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചേർത്ത് പിടിക്കുകയും വേണം. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടും. സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ട്. ആരോഗ്യപരമായി 2026 ചോതി നക്ഷത്രക്കാർക്ക് ശരാശരി വർഷമായിരിക്കും. വലിയ രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കരുത്. 6ാം ഭാവത്തിലെ ശനി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പഴയ രോഗങ്ങൾ ഭേദമാകും. എന്നാൽ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഗ്യാസ്ട്രൈറ്റീസ്, ദഹനക്കുറവ് എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ ചിട്ട പാലിക്കണം. അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ഉറക്കക്കുറവ് ഒരു പ്രധാന പ്രശ്നമായേക്കാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഗുണം ചെയ്യും. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പുകൾ നടത്തണം. സാഹസിക യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. പഠനത്തിൽ ഏകാഗ്രത കുറവ് അനുഭവപ്പെടാം. രാഹുവിന്റെ സ്വാധീനം മൂലം സോഷ്യൽ മീഡിയയിലോ മറ്റു വിനോദങ്ങളിലോ അമിതമായി ശ്രദ്ധ പോകാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും മറ്റു മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഉജ്ജ്വല വിജയത്തിനുള്ള സാധ്യതയുണ്ട്. 6ാം ഭാവത്തിലെ ശനി കഠിനാധ്വാനം ചെയ്യുന്നവരെ കൈവിടില്ല.
ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വേഗത്തിലാകും. ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കല്ലാതെ വിനോദയാത്രകൾക്കായി വിദേശത്ത് പോകാൻ സാധിക്കും. യൂറോപ്പ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ചോദ്യം 1 പാദക്കാർക്ക് വർഷത്തിന്റെ തുടക്കം വളരെ ഊർജ്ജസ്വലമായിരിക്കും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി നല്ല ഒഴുക്കുണ്ടാകും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സൗഹൃദങ്ങൾ പുതുക്കാനും അവസരം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ വേണം. 2 പാദക്കാർക്ക് ഈ സമയം മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. സ്ഥലം മാറ്റത്തിനോ വീട് മാറാനോ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ രാശിമാറ്റം ഈ സമയത്ത് സംഭവിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. 3 പാദക്കാർക്ക് ഈ കാലയളവിൽ ജോലി തിരക്ക് വർദ്ധിക്കും. ബിസിനസ്സിൽ വലിയ ലാഭം നേടാൻ സാധിക്കും. എന്നാൽ മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാകാം. അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. 4 പാദക്കാർക്ക് വർഷാവസാനം സമാധാനപൂർണ്ണമായിരിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. ശത്രുക്കളുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാകും. 2027 പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഓഫീസിലും വീട്ടിലും ഒരുപോലെ തിളങ്ങാൻ സാധിക്കും. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പിന്തുണ ലഭിക്കും. ആഭരണങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഹോർമോൺ സംബന്ധമായ വിഷയങ്ങളിൽ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ സമ്മർദ്ദമുണ്ടെങ്കിലും സാമ്പത്തിക നേട്ടം മനസ്സിന് സന്തോഷം നൽകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. 2026 പൊതുവെ അനുകൂലമാണെങ്കിലും രാഹുവിന്റെയും കേതുവിന്റെയും ചില ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. കേതു 11 ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തടസ്സങ്ങൾ മാറാൻ നിത്യവും ഗണപതിയെ പ്രാർത്ഥിക്കുക. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. ചോതി നക്ഷത്രക്കാർ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കും. രാഹു 5 ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സർപ്പദോഷം വരാതിരിക്കാൻ മാസത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ നാഗരൂട്ട് അല്ലെങ്കിൽ പാൽ മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിക്കുക. ശനിദോഷങ്ങൾ അകറ്റാനും ധൈര്യം ലഭിക്കാനും ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുക. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് കർമ്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നിത്യവും ലക്ഷ്മി ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ഈ വർഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത നീതി ലഭിക്കും എന്നതാണ്. നാളുകളായി നിങ്ങൾ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ ഒഴുക്കിയ വിയർപ്പിനും കഷ്ടപ്പാടിനും 2026 ബലം ലഭിക്കും. സാമ്പത്തികമായി വലിയൊരു ആശ്വാസമായിരിക്കും ഇത്. കരിയറിലെ തിരക്കുകൾക്കിടയിലും കുടുംബമാണ് തന്റെ ശക്തി സ്രോതസ്സെന്ന് ചോതി നക്ഷത്രക്കാർ തിരിച്ചറിയപ്പെടുന്ന വർഷമാകും ഇത്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. എല്ലാം അനുകൂലമാണെങ്കിലും ആരോഗ്യം എന്ന കാര്യത്തിൽ അലംഭാവം പാടില്ല. മാനസിക സമ്മർദ്ദങ്ങൾ ശരീരത്തെ ബാധിക്കാതിരിക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കണം. ചുരുക്കത്തിൽ 2026 ചോതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ വർഷമായിരിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കുന്ന, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന, കുടുംബത്തിൽ സന്തോഷം നിറയുന്ന ഒരു കാലഘട്ടമാണിത്. ചെറിയ തടസ്സങ്ങളെ ക്ഷമയോടെയും ഈശ്വരവിശ്വാസത്തോടെയും നേരിട്ടാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നാക്കി മാറ്റാൻ സാധിക്കും.